ഞാനാണ് എൻ്റെ ദൈവമേ 10ാം ക്ലാസ് പോലും ഞാൻ ജയിച്ചതല്ല. വിദ്യാഭ്യാസം ഇല്ല. അതെൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അറിയാമല്ലോ വേറെ ഒന്നുമുള്ള. എന്നാളെ പറഞ്ഞ് ഒക്കെ സ്റ്റാൻഡേർഡ് ഇല്ല. ഞാൻ പറഞ്ഞു നീ സത്യം പറഞ്ഞല്ലോ, വളരെ സന്തോഷം, സ്തോത്രം. വേറൊരാൾ പണ്ട് പറഞ്ഞ് അയാളെ അപ്പൻ കള്ളശാപ്പിലല്ലേ അതിൻ്റെ പാരമ്പര്യം വന്ന്. ഞാൻ പറഞ്ഞ് സന്തോഷം, സത്യം എല്ലാം സത്യമാണെന്നല്ലേ പറയുന്നത്. യാതൊരു യോഗ്യതയുള്ള ആളല്ലേ. ഞാൻ പറയാനുണ്ട്, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. അതെ, എൻ്റെ വീട് കുട്ടനാട്ടിലെ കാവാലത്താണ്. ഇപ്പം വെള്ളത്തിൻ്റെ കെടുതി എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് അവിടെയുണ്ട് രൂക്ഷമാണ്. കുട്ടനാടിനെ സംബന്ധിച്ച് ഞാനൊരിക്കലൊരു യോഗത്തിന് ചെന്നപ്പോൾ ഒരാൾ ചോദിച്ചു എവിടെ വീട്? ഞാൻ പറഞ്ഞു കാവാലത്താണ്. അപ്പോൾ ഒരു തള്ള പറയാം വെള്ളം ഇല്ലയോ അവിടെ അല്ല. ഞാൻ പറഞ്ഞു തള്ളതേ അയ്യോ കാവാലം എന്ന് പറഞ്ഞ എന്തോ നല്ല സ്ഥലമാ. കാവാലം നാരായണ പണിക്കര് കുറഞ്ഞ ആളാന്നോ? പറ, പ്രഗത്ഭന്മാരുള്ള സ്ഥലമല്ലേ. അദ്ദേഹത്തിൻ്റെ മകനാ കാവാലം ശ്രീകുമാർ, സംഗീതത്തിലെ കാത പാണ്ഡിത്യമുള്ളയാളല്ലേ. അവരുടെ വല്യമ്മച്ചനായിരുന്നു കാവാലം സർദാർ KM പണിക്കര്. അയാൾ നെഹ്റു മന്ത്രിസഭയിലൊക്കെ അംബാസഡറായിട്ട് അന്നത്തെ കാലത്തിരുന്നതാ. അത് തള്ള പറയാ വെള്ളക്കുഴിയാന്ന്. വിവരക്കേട് പിടിച്ചതൊക്കെ. ലോക ചരിത്രത്തിൽ കായൽ നിരത്തി കൃഷിയിടമാക്കി ഒറ്റ ഒരാളുള്ളൂ മുരിക്കൻ. കായൽ രാജാവാ മുരിക്കൻ. 3 കായൽ സ്വന്തമാണ്. 1500 ഏക്കർ വെച്ച് 3 കായൽ. അപ്പം 3 1 3 3 1 3 1 4 4.5 14,500 ഏക്കർ സ്വന്തം. അതൊക്കെ വലിയ പ്രഗത്ഭന്മാരാ. പിന്നെ കാവാലം പള്ളി, അവിടുത്തെ ഇഷ്ടം പോലെ പ്രഗത്ഭന്മാർ, വലിയ വലിയ ഉന്നത കുടുംബത്തിൽപ്പെട്ടവർ. എല്ലാം ഞാൻ വിസ്തരിക്കുന്നില്ല. നായർ തറവാടുകൾ, അതുപോലെ തന്നെ ഈഴവ തറവാടുകളുണ്ട്. അങ്ങനെ ക്രൈസ്തവ തറവാടുകൾ ധാരാളം. ചമ്പക്കുളം, പുളുങ്കുന്ന്, അല്ലെ കുട്ടനാട് ഭയങ്കര പ്രഗത്ഭമായ പ്രശസ്തമായ സ്ഥലമാണ്. ഞങ്ങളുടെ വീടിനടുത്ത മങ്കം, അതിനടുത്ത MS സ്വാമിനാഥൻ, നമ്മുടെ കുട്ടനാട് പാക്കേജിൻ്റെ ഒക്കെ എന്തോ ഉന്നതന്മാരാ. പുളുങ്കത്തിലുണ്ടായിരുന്ന IC ചാക്കോ, അയാൾ 1848 ലണ്ടനിൽ പോയി പഠിച്ചതാ. നമുക്ക് ലണ്ടനിൽ ഇപ്പോഴും എഴുതിയാൽ 2 അക്ഷരം തെറ്റും. ലണ്ടൻ സ്പെല്ലിങ് പറയാൻ പറയും, ലണ്ടൻ. അല്ലാതെ 800കളിൽ ലണ്ടനിൽ പോയി പഠിച്ചതാ. ഭൂഗർഭശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യം. IC ചാക്കോ പുളുങ്ങുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ വലിയ വലിയ ഉന്നതന്മാരും എല്ലാ നിലയിലുമുള്ള. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയാ, പ്രഗത്ഭന്മാരും വിദ്യാനവണന്മാരും സമ്പന്നന്മാരും അധികായകന്മാരും മിടുക്കന്മാരും ഉള്ള സമയത്ത് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെ ദൈവം തെരഞ്ഞെടുത്തു. എനിക്ക് ഞാൻ ഓർപ്പിച്ചില്ല, കുടുംബശ്രേഷ്ഠത എനിക്കില്ല, ജാതികൾ ഞാൻ ശ്രേഷ്ഠനല്ല, നിറം അത്ര നല്ല നിറമൊന്നും അല്ല. നമുക്ക് ആ നിറം അത്ര നല്ല നിറമല്ല. എന്നാളൊരു അമ്മ പറഞ്ഞ് അയാളെ ഈ പാറപ്പുറത്ത് ചിരട്ട ഇട്ട് ഉരയ്ക്കുമ്പോൾ അയാളുടെ ശബ്ദം വന്ന്. സത്യമാന്നേ, ശബ്ദവും കൊള്ളുകയല്ല. വേറൊരാൾ പറഞ്ഞ് അയാൾ മറ്റേതാന്നാ തോന്നുന്നത്, അതും സത്യമാന്നേ. നോക്കിയാൽ മുഴുവൻ അപാകതയാന്ന്. ഇന്നാളൊരാൾ പറഞ്ഞ അയാൾ മുതുക്കന്മാർ നിൽക്കുമ്പോൾ ഒരു ജിബായി വിട്ട് കയറി വരിക, അതും സത്യമാന്നേ. നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാ. സ്തോത്രം. യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്. സ്തോത്രം. ഒരിക്കൽ ബഹറിന് ചെല്ലാൻ നേരത്ത് എൻ്റെ സ്നേഹിതനുണ്ട് സന്തോഷം. അവൻ ചോദിച്ചു അച്ഛാ എങ്ങനെ? ഞാൻ പറഞ്ഞ വരാം. ഞാൻ പറഞ്ഞ എങ്ങനെ കയറി ഇനി പോന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു ആദ്യമായിട്ട് പോവുക. എന്നോട് ചോദിച്ചു കോട്ടുണ്ടോ എന്ന് ചോദിച്ചു. കോട്ട്. ഞാൻ പറഞ്ഞു കോട്ട് വന്നിട്ടുണ്ട്, കയ്യിലില്ലെന്ന് പറഞ്ഞു. പണ്ട് കൊച്ചിലെ ഒന്ന് കോട്ട് വന്നാന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പറഞ്ഞു കോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കോട്ട് എങ്ങനെയും ഒപ്പിക്കാൻ പറഞ്ഞു. പിന്നെ അവൻ തന്നെ, എനിക്കൊന്നും ഓർക്കുന്നില്ല, അവൻ്റെ കോട്ട് തന്നെ എടുത്ത് ഏതായാലും അത് ആയിട്ട് വന്ന് മോനെ എന്തുവാണ് അപ്പം കോട്ടുമൊക്കെ ഇട്ട് അവിടെ ചെന്ന് ഞാൻ അവിടെ എയർപോർട്ടിൽ ഇറങ്ങി. ബഹ്റിനിൽ എയർ ഇന്ത്യക്കായി എന്നത്. അവിടെ ഇറങ്ങി അവിടെ ചെന്നപ്പം ഇമിഗ്രേഷനിലിരിക്കുന്ന അറബി എന്നോടാണ്ട് ചോദിച്ച് വല്ലോ അറിയാമോ? ചിരിച്ച് കാണിച്ച്. വല്ലോ നടക്കുന്ന കേസാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ചു വേറൊരാൾ വന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ കൂടെയുള്ളൊരു പുള്ളിയോട് പറഞ്ഞു അഥവാ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഹെൽപ്പ് ചെയ്യണം. അതിനെ അടിച്ചേച്ച് അവനങ്ങ് പോയി. പുറകെ ഞാൻ നിൽക്കുക. എന്നോടാണ്ട് ചോദിച്ചു എനിക്കൊന്നും അറിയാൻ മേല. പിന്നെ ഏതാണ്ട് ചോദിച്ചു ഞാൻ എന്തോ പറയുന്നത് എന്നാ ഒന്നും അറിയാൻ മേലെന്ന്, ഇംഗ്ലീഷൊന്നും അറിയാൻ മേലെന്ന്. പറയണ്ടേ എന്തേലും? അതൊന്നും പറഞ്ഞില്ല. വേറെ ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് വന്ന് ചെന്നൈ വരാൻ പറഞ്ഞു. ആംഗ്യം കാണിക്കുമ്പോൾ അറിയാൻ വരാനായി വിളിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കൂടെ എന്നെ പാസ്പോർട്ട് പുള്ളിയുടെ ഇല്ല. എന്നെ പിടിച്ചു കുറേ മൂറിയൊക്കെ കടന്ന് വെച്ച് രാത്രി കൊണ്ട് ഒരു മുറിക്കകത്തോട്ട് ഇട്ടേച്ച് കഥ അടച്ചങ്ങ് പോയി. ഞാൻ ആ ഇരുട്ട് മുറിക്കകത്ത് കിടക്കുക. ഉണ്ടോ വിവരമില്ലാത്തതിൻ്റെ? അതിനകത്ത് കൊണ്ടിട്ടപ്പോൾ ഞാൻ നോക്കുമ്പം പച്ച പുതപ്പും പുതച്ചൊരു 5-6 താഴെ കിടപ്പുണ്ട്.
ഇത് ഞോണ്ടി വിളിച്ചാൽ ഇവൻ ഏത് ടൈപ്പാണ് അങ്ങനെ അറിയുന്നത്? ഞോണ്ടാൻ പറ്റുമോ, വിളിക്കാനൊക്കെ? ഞാൻ പിന്നെ അവിടെ ഒരു സെറ്റ് പോലെ കിടന്ന് അതിനകത്ത് രാത്രി കുത്തിയിരിക്കുക. കയ്യിലൊരു ചെറിയ ബാഗും ഉണ്ട്, കുത്തിയിരിക്കുക. ആരോട് പറയാനും മൊബൈലും ഇല്ല, ഒന്ന് വിളിക്കാനും വെക്കുന്നില്ല. അയ്യോ എന്തോ കഥ കടച്ച ചങ്ങേര് പോവുകയും ചെയ്തു. ഞാൻ ഇതിനകത്തിരിക്കുക. യവന്മാരോട് ഏത് എനമാന്നറിയാൻ അങ്ങനെ വിളിക്കുന്നത്? അയ്യോ അവിടെ കുത്തിയിരുന്ന് എനിക്ക് അന്ന് ശങ്കാവിഷയമുണ്ട്, ആകെ പ്രയാസപ്പെട്ട് അവിടെ സ്വോത്രം പറഞ്ഞിരിക്കുക. എന്തോ ചെയ്യാൻ, എന്നെ വിളിക്കാമെന്നൊരു വിളി നിൽക്കുന്നു. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായി. അവസാനം അവിടെ ഇരുന്നൊരു പാതിരാത്രി 10 മണിക്ക് എന്നെ കൊണ്ടിട്ടതാ. ഒരു 12:30 1 മണിയായി കാണും. 1 മണി. ഇതെന്നാന്ന് എനിക്കും പിടി കിട്ടുന്നില്ല, അവരും വിളി നിൽക്കുന്നു. ഒടുവിൽ അന്ന് ഈ വിളിച്ചുകൊണ്ട് പോയ പുള്ളിയോട് എനിക്ക് പറയാനറിയാവോ? അതല്ലേ ഈ കുഴപ്പം. അറിയത്തില്ല. ആകെ അറിയാവുന്ന മലയാളവും മറുഭാഷയാണ്. മലയാളം കുറച്ച് പറയാനറിയാം, മറുഭാഷ എന്നാ പറയുന്നതെന്ന് അറിയത്തുമില്ല. അവസാനം അവിടെ ഇരുന്ന് ബുദ്ധിമുട്ടി ഒരു 12:30 1 മണിയായപ്പം വേറൊരാൾ വന്ന് കതക് തുറന്നിങ്ങോട്ട്. അപ്പം അരണ്ട വെളിച്ചമുണ്ട്. കതക് തുറന്നിങ്ങോട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ കുത്തിയിരിക്കില്ലയോ, സ്വോത്രം പറഞ്ഞു. ഉറക്കെ സ്വോത്രം പറയാവോ? ഹൃദയത്തിൽ പറയുക. പുള്ളി ഇങ്ങോട്ട് വന്ന് കതക് തുറന്ന് ഇങ്ങോട്ട് നോക്കിയപ്പം ഞാൻ ചാടി അങ്ങ് എഴുന്നേറ്റു. അമ്മെല്ലാം കിടന്നുറങ്ങുക. ഞാനങ്ങ് എഴുന്നേറ്റു. അപ്പം അദ്ദേഹം എന്നോട് ചോദിക്കുക, മലയാളിയാണോ എന്ന്. അപ്പം പിന്നീട് അറിഞ്ഞു പുള്ളി എടുത്തിട്ട് പോലീസ് ഉദ്യോഗസ്ഥനാ, എയർപോർട്ടിനകത്തെ മലയാളിയാണ്. അപ്പം അവർ വല്ലതും പറഞ്ഞു വിട്ടതായിരിക്കും. മലയാളിയാണോ എന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, ഞാൻ മലയാളിയാണ്. എന്നാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഞാനും അത് തന്നെ ചോദിക്കുന്നത്. എന്നാ എനിക്കും ഇതെന്നാന്ന് പിടികിട്ടുന്നില്ല. പുള്ളി എന്നോട് ചോദിക്കുക എന്നാന്ന്. ഞാൻ ചോദിച്ചു എന്നാ, അതാ തന്നെ ഞാനും ചോദിക്കുന്നത്. പിന്നെ പുള്ളി എന്നോട് ചോദിച്ചു, ഇവിടെ ബഹറിന് പരിചയമുള്ള വലിയവരുണ്ട്. ഞാൻ പറഞ്ഞു, കൊള്ളാം, മുഴുവൻ പരിചയക്കാരാ. അങ്ങാടി മരുന്ന് കുടിക്കുമ്പോഴാ ഫോൺ നമ്പർ. അന്നൊക്കെ വിസിറ്റിങ്ങിന് പോകുമ്പം, ഞാനും എൻ്റെ അനുഭവമാണ്, വിസിറ്റിങ്ങിന് പോകുമ്പോൾ നമ്മുടെ പരിചയമുള്ളവരുടെ എല്ലാം നമ്പർ അങ്ങാടി മരുന്ന് കുടിക്കുമ്പോഴാ. അയമോദകം, ജീരകം, കടുകാതാനിക്ക്, ഇങ്ങനെ ഒന്ന് പറഞ്ഞ പോലെ ഓരോ നമ്പർ. അപ്പോൾ അത് വന്നേരിച്ച് ഞങ്ങൾ അങ്ങ് വിളിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇഷ്ടം പോലെ നമ്പറുണ്ടെന്ന് പറഞ്ഞു. ഒരു നമ്പർ തരാൻ പറഞ്ഞു. ഞാൻ സന്തോഷിൻ്റെ നമ്പർ കൊടുത്ത് പുള്ളിയുടെ മൊബൈലിൽ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞ്. എന്തിൻ്റെ ബാക്കി ഭാഗമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് വിവരമില്ലെന്നായി പറഞ്ഞത്. വിദ്യാഭ്യാസം വിവരം ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുമല്ലോ. അറിയാം. പിന്നെ അവനെ കോട്ടെടുക്കാൻ പറഞ്ഞ ഗുണമായി. തണുപ്പത്തിരുന്നുകൊണ്ട് ആ കോട്ടിട്ടുകൊണ്ട് സോവായി, അതൊരു ഗുണമായി. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് കഴിവില്ല, അറിവില്ല, നമുക്ക് ഒന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. മിടുക്കന്മാരും ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും ഒക്കെ കിടക്കുമ്പോൾ പോഷനാകുന്ന എന്നെ തിരഞ്ഞെടുത്തത് കഴിവില്ലാഞ്ഞിട്ടാണ്. നല്ല വസ്ത്രം ധരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചതല്ല. ആമൻ സ്തോത്രം. നല്ലൊരു വണ്ടിയിലിരിക്കുമെന്നോ വണ്ടി മേടിക്കുമെന്നൊന്നും പലരും ചിന്തിച്ചതല്ല. പണ്ടത്തെ കാലമൊക്കെ നോർത്തെ 5-6 ആണുങ്ങളുള്ള വീടുകളിലൊക്കെ ചേട്ടാനിയന്മാർക്ക് ചിലപ്പോൾ ഇട്ടുമാറാൻ പണ്ടൊക്കെ വസ്ത്രം കാണുകയല്ലേ. ചേട്ടൻ്റെ ഷർട്ട് എടുത്ത് അനിയനിടും, അനിയൻ്റെ അടുത്ത് ചേട്ടനൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ ചില. എന്തിനാണ് അതിന് ഷർട്ട് ഞാൻ തേച്ചങ്ങോട്ട് ഇട്ട്. അവൻ തേച്ചിട്ടേച്ച് കുളിക്കാൻ കയറിയപ്പോൾ അനിയൻ എടുത്തിട്ടുണ്ട് പോയി. അവൻ കുളി കഴിഞ്ഞ് തോർത്തുമായിട്ട് വന്നപ്പോൾ അവൻ്റെ ഷർട്ട് കാണുന്നില്ല. പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളത്. നല്ല ചപ്പലില്ലായിരുന്നു പലർക്ക് വിടാൻ. ഫീസ് കൊടുക്കാൻ അനിയന്മാരെ പഠിപ്പിക്കാൻ ചേട്ടന്മാർ പഠിത്തം നിർത്തിയ ചരിത്രം എനിക്കറിയാം. ചിലപ്പോൾ അനുഭവമുള്ളവർ ഇതിനകത്ത് കാണും. ഇളയത്തിങ്ങളെ പഠിപ്പിക്കാൻ ചേട്ടന്മാർ പഠിത്തം നിർത്തി ജോലി ചെയ്തവരുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരെ ആരെയും ദൈവം കൈവിട്ടില്ല. മക്കൾക്ക് പോലും ഭക്ഷണം കൊടുക്കാതെ ഉപദേശിമാർക്ക് ഭക്ഷണം കൊടുത്ത അമ്മമാരുണ്ട്. പക്ഷെ ആ സന്തതിയൊന്നും ദൈവം മറന്നില്ല. ഞാൻ പഴയ അനുഭവങ്ങളൊക്കെ പറയാറുണ്ട്. പണ്ടൊക്കെ എൻ്റെ ദൈവമേ, ഒരു കോഴിക്കറി കൂട്ടണമെങ്കിൽ വീട്ടിൽ വിരുന്നുകാർ വരണം. ഒരു കോഴിക്കറി. എൻ്റെ അനുഭവമാണ് ഞാനീ പറഞ്ഞത്. നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ മേല. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ബക്കിംഗ്ഹാം പാലസിൽ ഇന്നലെ വന്നതുപോലെ. പക്ഷെ ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസിലായിരുന്നു. പിന്നെ യോഗത്തിന് ഇന്നലെ ഇങ്ങോട്ടൊന്ന് കേമ. ഞാൻ എൻ്റെ ചെറിയ അനുഭവങ്ങളാണ്. വീട്ടിലൊക്കെ പണ്ടൊരു കോഴിക്കറിയൊക്കെ വേണം. വിരുന്നുകാരോ അപ്പൻ്റെ പെങ്ങന്മാരോ അമ്മയുടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ ആ ഒരു കോഴിയെ വീട്ടിൽ കോഴിയെ വളർത്തും. അപ്പം നമുക്ക് എപ്പോഴും ഇത് വിരുന്നുകാരന് വരണേ എന്നാണ് ഒരു കോഴിക്കറി. വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ വിരുന്നുകാരെയല്ല നോക്കുന്നത്, കോഴിയാണ് നോക്കുന്നത്. എൻ്റെ അമ്മ പറയും കോഴിയെ പിടിക്കണം. അതിൻ്റെ പുറകെ ഓടിയെന്തോ ഓട്ട ഓടിയാ ഒരു പൂവൻ കോഴിയെ പിടിക്കുന്നത്. പറമ്പും പുരകിടം എല്ലാം കൂടെ ഓടിയോ കോഴിയുടെ പുറകെ ഓടി. കോഴി ജീവൻ പ്രാണനോ. നമ്മളാണ് കോഴിയെ പിടിക്കാൻ ഓടി കോഴിക്കും കട്ടയ്ക്ക് പറഞ്ഞ് ഒടുവിലെ കോഴിയെ പിടിച്ചാൽ വരവൊക്കെ ഒന്ന് കാണണം. പിടിച്ചാൽ അമ്മ വെള്ളം തിളപ്പിച്ചിടും, അതിനകത്ത് മുക്കി അതിൻ്റെ കോഴി തൂവലെല്ലാം കൂടെ നമ്മളോട് കൂടിക്കളഞ്ഞ് അമ്മ കല്ലേ വെച്ചാൽ പച്ചമല്ലിയൊക്കെ അരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അരച്ച് കോഴി ഏറെ സമയമെടുത്താൽ കോഴിക്കറി. ആ കോഴിക്കറി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യഥേഷ്ടത്തിന് തരത്തുമില്ല. പരാധീനതയല്ലേ. ഞങ്ങളുടെ അമ്മയൊക്കെ ചെയ്യുന്നതാ. ഒരു കഷണവും 2 കിഴങ്ങിൻ്റെ കഷണവും. അല്ല, പഴയ കാലമൊക്കെ ഓർക്കുന്ന നല്ലതാ. ഒരു കോഴി കഷണവും 2. എന്നാലും ഞാൻ പറഞ്ഞ ഈ അളി കൺവെൻഷൻ ഒന്നും ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ല. ഞാൻ പറഞ്ഞു, പോടാ, നീ ഇപ്പോഴല്ലേ വലിയ പ്രഭുവായത്.
ഒരു കൂറയില്ലാതിരുന്നവന്മാരാ പലതും. ഈ കൃപയിൽ വന്നതുകൊണ്ടാണ് ദൈവം തന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയത്. അത് യാതൊരു തർക്കവുമില്ല. എല്ലാവരും അല്ലെങ്കിലും മിക്കവരും. അപ്പൊ ഒരു കോഴിയുടെ കഷണവും 2 കിഴങ്ങും ഇച്ചിരി ചാറും. പിന്നെ ആമ്പിള്ളാരോടൊക്കെ അമ്മമാർക്ക് ഒരു കരുതലുണ്ട്. ചിലപ്പോൾ ഒരു ഇച്ചിരിയും കൂടെ ആമ്പിള്ളാരോടൊക്കെ ഒരു കരുതലുണ്ട് ചില അമ്മമാർക്ക്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഈ അല്പം, എന്നാലും നമ്മുടെ യഥേഷ്ടത്തിനൊന്നും കിട്ടുകയില്ല. പക്ഷെ ആ കറി കഴിച്ച് കൈയൊക്കെ എത്ര വാട്ട് കഴുകിയാലും ഒരു നല്ല മണമൊക്കെയാ. ഇപ്പോഴത്തതോ ആ കോഴിക്കറി കഴിച്ചാലും ഒരു ഉശിര. നാടൻ കോഴിയല്ലയോ ഇപ്പോഴത്തെ കോഴിയില്ലേ, നമ്മുടെ മറ്റേ കോഴിയാണെന്തോ വെള്ളക്കോഴി. എന്തോ ഇനി പറയുന്നത് ബ്രോയിലർ കോഴി. അതപ്പോൾ എളുപ്പമാ. അവിടെ നിന്ന് ഇറങ്ങി തരിക, അങ്ങോട്ട് ബാബാന്ന് വെച്ച് അമുക്ക് വെച്ച് ആ കൂടിനകത്ത് ഇരിക്കുന്ന മസാലയും കൂടി ഇട്ടേച്ച് അടുപ്പിലോട്ട് വെച്ച് വെടിവെക്കുമ്പം പറയും എണ്ണിക്കുവാണ് എത്രയാ വിസിലടിക്കുന്നതാ. 4 വിസിലിന് പരിപാടി എളുപ്പമാണ്. പക്ഷെ വലിയ ഗുണമില്ല. തന്നെ ആ വെള്ളക്കോഴിയെ കഴിച്ച് യോഗത്തിന് വന്നാൽ കോഴി ഇരിക്കുമ്പോഴല്ലേ ഇരിക്കുന്നത്. ഒരു സ്തോത്രം ഒന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചേ, വന്ന് കോഴി ഇരിക്കുമ്പോൾ ഇരിക്കുക, ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത്, പണ്ടൊക്കെ ഒത്തിരിയും ദാരിദ്ര്യമൊക്കെ അനുഭവിച്ച ദൈവ കുഞ്ഞുങ്ങളുണ്ട്. ഈ പെയ്തോമിൽ താമസിക്കുന്ന പാസ്റ്റർമാരുടെ പിള്ളേർ ഒത്തിരി കഷ്ടം സഹിച്ചവരുണ്ട്. ഞായറാഴ്ച നാളിലൊക്കെ വിസിറ്റിംഗ് പാസ്റ്റർമാരും ഗസ്റ്റും ഒക്കെ വരുമ്പോൾ പിള്ളേർക്ക് ചിലപ്പോൾ കിട്ടുകയില്ല. അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടം അനുഭവിച്ച ദൈവദാസന്മാരുടെ തലമുറകളുണ്ട്. അപ്പൊ പാസ്റ്റർമാരുടെ ഭാര്യമാർ കണ്ണ് കാണിക്കും, പിള്ളേർ അടുക്കത്തില്ല, പിള്ളേർ അപ്പുറത്തെ മുറിയിലോ വെളിയിലൊക്കെ പോകും. അങ്ങനെയൊക്കെ ദാരിദ്ര്യത്തൊക്കെ അനുഭവിച്ച കർത്താവിന്റെ വേലക്കാരുമുണ്ട്.